ഹലോ എവറി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഈ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഒരു പുതിയ ഡ്രാമയാണ്. ഡ്രാമയുടെ പേര് പ്രൈവറ്റ് ബോഡി ഗാർഡ്. ഓർഫനേജിൽ താമസിക്കുന്ന ഒരു ഗേളിന്റെ സ്റ്റോറിയാണ് ഈ ഡ്രാമയിൽ പറയുന്നത്. സീരീസിന്റെ സ്റ്റാർട്ടിങ്ങിൽ ഒരു ഓർഫനേജ് ആണ് കാണിക്കുന്നത്, കാസി ഇബു ഓർഫനേജ്. ഡ്രാമയിലെ ഫീമെയിൽ ലീഡായ ഫെലി ഈ ഓർഫനേജിലാണ് താമസിക്കുന്നത്. അവിടുത്തെ എല്ലാ ജോലികളും അവൾ ചെയ്യുന്നുണ്ട്. അന്ന് ഫെലിയുടെ ബർത്ത്ഡേ ആയിരുന്നു. അവളുടെ ഫ്രണ്ട്സ് അവളെ വിഷ് ചെയ്യുന്നുണ്ട്. ഫെലി വന്ന് ഓർഫനേജിലുള്ള ബാക്കി കുട്ടികളെല്ലാം ഉണർത്തുന്നുണ്ട്. ഇന്ന് സൺഡേ അല്ലേ, ഞങ്ങൾ കുറച്ചു നേരം കൂടി കിടക്കട്ടെ എന്ന് പിള്ളേർ ചോദിക്കുമ്പോൾ, നിങ്ങൾ നേരത്തെ എണീക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്രയും നേരം കളിക്കാൻ പറ്റുമെന്ന് ഫെലി അവരോട് പറയുന്നു. ഞങ്ങൾക്ക് ഇന്ന് ഫ്രൈഡ് റൈസ് വേണമെന്ന് ആ കുട്ടികൾ പറയുമ്പോൾ ഉണ്ടാക്കി തരാമെന്ന് അവൾ പ്രോമിസ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഫെലി അവർക്ക് എല്ലാവർക്കും വേണ്ടി ഒരുപാട് സ്നേഹത്തോടെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നു. ഈ സീനിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാകും, ഈ ഓർഫനേജിലുള്ള ബാക്കി കുട്ടികളെല്ലാം ഒരുപാട് ചെറുതാണ് ഫെലിയെ സംബന്ധിച്ച്. ഫെലിക്ക് ഓൾമോസ്റ്റ് 17 ഇയേഴ്സ് ആകുന്നു. സോ ഈ കുട്ടികളെല്ലാം ടേക്ക് കെയർ ചെയ്യുന്നത് ഫെലിയാണ്. അവൾ പാർട്ട് ടൈമായിട്ട് ഒരു റെസ്റ്റോറൻറ്റിൽ വർക്ക് ചെയ്യുന്നുണ്ട്. തൻ്റെ റെസ്റ്റോറൻറ്റ് ഷിഫ്റ്റിന് ലേറ്റ് ആകുമെന്ന് മനസ്സിലാകുമ്പോൾ അവൾ പെട്ടെന്ന് റെഡിയായി പോകാൻ തുടങ്ങുന്നു. പോകുന്ന വഴിക്ക് ഓർഫനേജിലെ ഹെഡായ മിസ് സദയും അവൾ കാണുന്നുണ്ട്. താൻ ലേറ്റ് ആകുമെന്ന് പറഞ്ഞ് അവൾ പെട്ടെന്ന് അവിടുന്ന് പോകുന്നു. ടാക്സി ഒന്നും കിട്ടിയില്ലെങ്കിലും ഒരു വിധത്തിൽ ഫെലി റെസ്റ്റോറൻറ്റിൽ എത്തുന്നു. പക്ഷേ ബോസ് അവളെ വഴക്ക് പറയുന്നുണ്ട്, നീ വീണ്ടും ലേറ്റായെന്ന് പറഞ്ഞ്. ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് അവൾ താഴേക്ക് വരുമ്പോൾ മിസ്റ്റർ ജോഹാൻ നിന്നെ കുറെ നേരമേ വെയിറ്റ് ചെയ്യാണെന്ന് ബോസ് പറയുന്നു. ഓക്കെ എന്ന് പറഞ്ഞ് മെനു കാർഡുമായി അവൾ മിസ്റ്റർ ജോഹാൻ അടുത്തേക്ക് വരുന്നു. മിസ്റ്റർ ജോഹാനെ ഗ്രീറ്റ് ചെയ്ത ശേഷം അദ്ദേഹത്തിൻ്റെ ഓർഡർ അവൾ എഴുതുന്നു. അതിനുശേഷം പോകാൻ തുടങ്ങുമ്പോൾ മിസ്റ്റർ ജോഹാൻ അവളെ തടഞ്ഞ് തന്നെ കാണാൻ ഇന്ന് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുന്നുണ്ട്. താങ്കൾ ആരെ മീറ്റ് ചെയ്യാൻ പോകുകയാണെന്ന് അവൾ സ്മൈൽ ചെയ്ത് ചോദിക്കുന്നു. ജോബ് റിലേറ്റഡ് ഒരു ക്ലയന്റിനെ കാണാൻ പോവുകയാണ്. അവൻ്റെ ഏജ് ഏകദേശം നിന്റെ അത്രയുണ്ടെന്നും മിസ്റ്റർ ജോഹാൻ പറയുന്നു. ഫെലി മിസ്റ്റർ ജോഹാനെ നോക്കി അദ്ദേഹത്തിൻ്റെ ഡ്രസ്സിങ് സ്റ്റൈലിനും ഹെയർ കോംബ് ചെയ്ത സ്റ്റൈലിനെല്ലാം ചെറിയ ചെറിയ സജഷൻസ് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം അദ്ദേഹം ഹാപ്പിയായി അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. കഴിഞ്ഞ 6 മാസമായി താങ്കൾ ഈ കഫേയിൽ വന്ന് എന്നോട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. എന്താ താങ്കളുടെ വീട്ടിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാൻ ആരുമില്ലേന്ന് ഫെലി ചോദിക്കുന്നു. എനിക്ക് 4 ആൺമക്കളാണുള്ളത്. അവരെല്ലാവരും അവരുടെ ലൈഫിൽ ഒരുപാട് ബിസിയാണ്. ഞാൻ എന്നും ഒരു മകളെ ആഗ്രഹിച്ചിരുന്നു. നിന്നെ കാണുമ്പോൾ എനിക്കില്ലാത്ത എൻ്റെ മകളെ പോലെ തോന്നുന്നു മിസ്റ്റർ ജോഹാൻ പറയുന്നു. ഇത് കേട്ട് ഫെലി ഹാപ്പിയായി ഓർഡറുമായി അവിടുന്ന് പോകുന്നുണ്ട്. ഫെലി അവളുടെ ജോബെല്ലാം ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ അവൾക്കൊരു മെസ്സേജ് വരുന്നു. ഈ മെസ്സേജ് എന്ന് പറയുന്നത് ഒരു സ്കോളർഷിപ്പ് റിലേറ്റഡ് ആണ്. ഓർഫൻ ആയതുകൊണ്ട് ഒരുപാട് വലിയ സ്കൂളുകളൊന്നും ഫെലിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. സോ പഠിക്കാനായി സ്കോളർഷിപ്പ് മറ്റുമാണ് അവൾ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അവളുടെ സ്കോളർഷിപ്പ് റിജക്റ്റ് ചെയ്തു എന്നാണ് ഈ മെസ്സേജ് വരുന്നത്. സോ ആ സ്കൂളിൽ അവൾക്ക് അഡ്മിഷൻ കിട്ടുന്നില്ല. ഇത് കണ്ട് ഫെലി ഒരുപാട് സാഡ് ആകുന്നുണ്ട്. അപ്പോൾ അവളുടെ ഓർഫനേജിലെ കുറച്ച് കുട്ടികൾ ഫെലിയുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ അവിടേക്ക് വരുന്നു. എന്നിട്ട് അവൾക്ക് വേണ്ടി ബർത്ത്ഡേ സോങ് പാടുന്നുണ്ട്. ഇത് കണ്ട് ഫെലി ഒരുപാട് ഹാപ്പി ആകുന്നു. നിങ്ങൾ എല്ലാവരും ഇവിടെ എന്ത് ചെയ്യാണ്? നിങ്ങൾക്ക് എൻ്റെ ബർത്ത്ഡേ ഓർഫനേജിൽ വെച്ചും സെലിബ്രേറ്റ് ചെയ്യാമല്ലോ എന്ന് അവൾ ചോദിക്കുമ്പോൾ, ഓർഫനേജിൽ വെച്ച് സെലിബ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ നിന്റെ പേരൻസിനെ കുറിച്ച് ആലോചിച്ച് നീ സാഡ് ആകുമെന്ന് മിസ് സദ ഞങ്ങളോട് പറഞ്ഞു എന്ന് ഒരു കുട്ടി പറയുന്നു. അപ്പോഴേക്കും ആ റെസ്റ്റോറൻറ്റിലെ ബോസ് അവിടേക്ക് വരുന്നു. നിന്നെ പോലുള്ള ഒരു ഓർഫൻ ഗേളിനെ ഞാൻ ഒരിക്കലും ജോബിന് വെക്കാൻ പാടില്ലായിരുന്നു. ഡെയിലി ലേറ്റായിട്ട് വരുന്ന പോരാഞ്ഞ് ഇതുപോലെ ഡ്രാമയും ഇതിന് ലാസ്റ്റ് വാർണിംഗ് ആണെന്ന് ബോസ് അവളോട് പറയുന്നു. ഇതെല്ലാം കേട്ട് മിസ്റ്റർ ജോഹാൻ അവിടേക്ക് വരുന്നു. എന്നിട്ട് ഫെലിയെ ബർത്ത്ഡേ വിഷ് ചെയ്യുന്നുണ്ട്. മിസ്റ്റർ ജോഹാൻ ഒരു റിച്ച് പേഴ്സൺ ആണ്, കൂടാതെ ആ കഫേയിലെ റെഗുലർ കസ്റ്റമറും. സോ അദ്ദേഹത്തെ ഒഫൻഡ് ചെയ്യാൻ ബോസിന് ധൈര്യം ഉണ്ടായിരുന്നില്ല. നിങ്ങൾ എന്തിനാ ഫെലിയെ വഴക്കു പറയുന്നെന്ന് മിസ്റ്റർ ജോഹാൻ ചോദിക്കുമ്പോൾ, ഞാൻ വഴക്കു പറയായിരുന്നില്ല, തമാശയായിരുന്നു ഇതെല്ലാം. സത്യത്തിൽ എനിക്ക് ഫെലിയെ ഒരുപാട് ഇഷ്ടമാണ്. ഇതെല്ലാം ഒരു പ്രാങ്ക് ആയിരുന്നു പറഞ്ഞ് അവളെ ബർത്ത്ഡേ വിഷ് ചെയ്ത ശേഷം ബോസ് അവിടുന്ന് പോകുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ മിസ് സദ ഓർഫനേജിന് വെളിയിലേക്ക് വരുമ്പോൾ ഒരു കാറ് വന്ന് നിൽക്കുന്നു. ഓർഫനേജിലെ കുട്ടികളെല്ലാം ആ കാറിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്, കൂടെ ഫെലിയും. മിസ് സദ കുട്ടികളെ സ്നേഹത്തോടെ വഴക്ക് പറയുന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലേ ഫെലിയുടെ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് പോകരുതെന്ന്. അവളുടെ ബോസ് അവളെ വഴക്ക് പറയുമെന്ന്. നോക്കൂ ഇപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് ചോദിക്കുമ്പോൾ ആ കുട്ടികളെല്ലാം മിസ് സദയോട് സോറി പറയുന്നു.
എന്നിട്ട് അകത്തേക്ക് പോകുന്നുണ്ട്. മിസ്റ്റർ ജോഹാനാണ് അവരെ ഡ്രോപ്പ് ചെയ്യാൻ വന്നത്. സോ ഫെലി മിസ്റ്റർ ജോഹാനെ മിസ് അതയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നു. കുട്ടികളെ സേഫായിട്ട് ഡ്രോപ്പ് ചെയ്തതിന് മിസ്റ്റർ ജോഹാനോട് അവർ രണ്ടുപേരും താങ്ക്സ് പറയുന്നു. അതിനുശേഷം അകത്തേക്ക് പോകുന്നുണ്ട്. മിസ്റ്റർ ജോഹാൻ പോകുന്നതിന് മുന്നേ ആ ഓർഫനേജിന്റെ പേര് ഒന്നുകൂടി വായിക്കുന്നു. റൂമിലേക്ക് വരുമ്പോൾ തൻ്റെ ബെഡിൽ ഒരു ഗിഫ്റ്റ് ബോക്സ് ഇരിക്കുന്ന കണ്ട് ഫെലി ഹാപ്പിയായി തുറക്കുന്നു. അതിൽ ഒരു ബട്ടർഫ്ലൈയുടെ ഹെയർ ക്ലിപ്പായിരുന്നു. ഇത് കണ്ട് അവൾ ഒരുപാട് ഹാപ്പി ആകുന്നുണ്ട്. മിസ് അതയും അവിടേക്ക് വരുമ്പോൾ ഈ ഗിഫ്റ്റ് ആരാണ് തന്നത്, ക്ലോയി ആണോന്ന് ഫെലി ചോദിക്കുന്നുണ്ട്. ഇത് എൻ്റെ വക നിനക്കുള്ള ഗിഫ്റ്റാണ്. വലുതായിട്ടൊന്നും ഗിഫ്റ്റ് ചെയ്യാൻ എന്നെ കൊണ്ട് സാധിച്ചില്ല. സോ ഈ ചെറിയ ഗിഫ്റ്റ് എൻ്റെ വകയാണെന്ന് മിസ് അത പറയുന്നു. ഈ ഗിഫ്റ്റിൽ താൻ ഒരുപാട് ഹാപ്പിയാണെന്ന് ഫെലി പറയുന്നു. അവൾ സാഡായി എത്രയും പെട്ടെന്ന് ഇൻഡിപെൻഡൻ്റ് ആകണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ ഓർഫനേജിൽ ഒരു ഭാരമായി ഇനിയും തുടരാൻ തനിക്ക് താല്പര്യമില്ലെന്ന് അവൾ പറയുന്നു. നീ ഞങ്ങൾക്ക് ഭാരമൊന്നുമല്ലെന്ന് മിസ് അത പറയുന്നുണ്ടെങ്കിലും ഫെലിക്ക് ഒരുപാട് ഗിൽറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. ഇത്രയും വലുതായിട്ടും ഈ ഓർഫനേജിൽ നിൽക്കുന്നതിന്. ആദ്യമൊക്കെ എൻ്റെ പേരൻസ് എന്നെ കൊണ്ടുപോകാൻ വരുമെന്ന് എനിക്ക് ഒരുപാട് പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ വർഷങ്ങൾ കടക്കും തോറും എൻ്റെ പ്രതീക്ഷയൊക്കെ നഷ്ടമായി. ഇനി ആരെങ്കിലും എന്നെ അഡോപ്റ്റ് ചെയ്യാൻ വില്ലിങ് ആണെങ്കിൽ ഞാൻ പോകാൻ തയ്യാറാണെന്ന് ഫെലി പറയുന്നു. നീ ഓർഫനേജിൽ ഒരു ഭാരവുമല്ലെന്ന് മിസ് അത വീണ്ടും അവളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. നെക്സ്റ്റ് ഡേ ഫെലി ഓർഫനേജിലെ ജോബെല്ലാം ചെയ്യുകയാണ്. കുറച്ച് സാധനങ്ങൾ വെക്കാനായി സ്റ്റോർ റൂമിലേക്ക് വരുന്നു. പക്ഷെ പെട്ടെന്ന് റൂമിലെ ലൈറ്റ് പോകുന്നുണ്ട്. അവൾ ഒരുപാട് പേടിക്കുന്നു. സീൻ ഇവിടെ വെച്ച് കട്ടാകുന്നു. നെക്സ്റ്റ് സീനിൽ മിസ് അത ഫെലിയോട് സംസാരിക്കുകയാണ്. എനിക്കറിയാം കുട്ടിക്കാലം മുതലേ നിനക്ക് ഇരുട്ടിനെ ഒരുപാട് പേടിയാണെന്ന്. ചിലപ്പോൾ ഈ പേടി കാരണം നീ ബോധം കെട്ട് വീഴാറുമുണ്ട്. നിന്നെ പ്രോപ്പറായി കെയർ ചെയ്യാൻ എനിക്ക് പറ്റിയില്ലെന്ന് പറഞ്ഞ് മിസ് അത അവളോട് സോറി പറയുന്നു. ഇതിൽ മിസ്സിന്റെ ഒരു തെറ്റുമില്ലെന്ന് ഫെലി പറയുന്നു. അപ്പോൾ അവളുടെ ഫോണിൽ ഒരു മെസ്സേജ് വരുന്നുണ്ട്. മെസ്സേജ് കണ്ട് അവൾ ഒരുപാട് ഹാപ്പിയായി മിസ് അതേ ഹഗ് ചെയ്യുന്നു. തനിക്കൊരു വലിയ സ്കൂളിൽ അഡ്മിഷൻ കിട്ടിയെന്ന കാര്യം അവൾ മിസ്സിനോട് പറയുന്നുണ്ട്. ഇതറിഞ്ഞ് മിസ് അതേയും ഒരുപാട് ഹാപ്പിയാകുന്നു. ഈ സ്കൂൾ ഒരുപാട് വലുതാണ്. റിച്ച് ആളുകളുടെ മക്കൾ മാത്രമാണ് ഇവിടെ പഠിക്കുന്നത്. ഇനി മുതൽ ഫെലിയും അവിടെയാണ് പഠിക്കാൻ പോകുന്നത്. ഈ സ്കൂളിലാണ് ക്ലോയും പഠിക്കുന്നത്. ഇനി മുതൽ ഞങ്ങൾ രണ്ടുപേരും ഒരേ സ്കൂളിൽ പഠിക്കുമെന്ന് പറഞ്ഞ് ഫെലി ഒരുപാട് ഹാപ്പിയാകുന്നു. നെക്സ്റ്റ് സീനിൽ ഫെലി അവളുടെ റൂമിലിരുന്ന് തൻ്റെ മദറിന് വേണ്ടി ഡയറിയിൽ ലെറ്റേഴ്സ് എഴുതുകയാണ്. ഞാൻ ഇനി മുതൽ പുതിയ സ്കൂളിലാണ് പഠിക്കാൻ പോകുന്നത്. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായ ക്ലോയും അവിടെ പഠിക്കുന്നത്. ഇനി ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. കുട്ടിക്കാലത്ത് ക്ലോയിൻ്റെ പേരുള്ളൊരു കുട്ടിയും ആ ഓർഫനേജിൽ ഉണ്ടായിരുന്നു. കുറേ ബോയ്സ് അവളെ ബുള്ളി ചെയ്യുമ്പോൾ ഫെലി വന്ന് അവളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അവർ രണ്ടുപേരും ബെസ്റ്റ് ഫ്രണ്ട്സ് ആകുന്നു. എന്നും അവർ പരസ്പരം കൂടെ ഉണ്ടായിരിക്കുമെന്ന് പ്രോമിസ് ചെയ്യുന്നുണ്ട്. കുറച്ചുനാൾ കഴിഞ്ഞ് ക്ലോയി ആ ഓർഫനേജിൽ നിന്ന് പോകുന്നുണ്ട്. തൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ കൂടെ ഒരേ സ്കൂളിൽ പഠിക്കാൻ പോകുന്നതിൽ ഫെലി ഒരുപാട് ഹാപ്പിയായിരുന്നു. ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്യുന്നു എന്ന് ഫെലി അവർ രണ്ടുപേരുടെയും പഴയ ഫോട്ടോ നോക്കി പറയുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ ഫെലി വളരെ ഹാപ്പിയായി തൻ്റെ പുതിയ സ്കൂളിലേക്ക് വരുന്നു. ഈ സ്കൂളിലെ സ്റ്റുഡൻസ് എല്ലാം അവരുടെ സ്വന്തം കാറുകളിലാണ് വരുന്നത്. ഫെലി മാത്രമാണ് ഇങ്ങനെ നടന്നു വരുന്നത്. അവൾ അവളുടെ പുതിയ സ്കൂളെല്ലാം എക്സ്പ്ലോർ ചെയ്ത് ഹാപ്പിയായി വരികയാണ്. പെട്ടെന്നൊരു കാർ വളരെ സ്പീഡിൽ വരുന്നു. ഭാഗ്യം കൊണ്ടാണ് അവൾ രക്ഷപ്പെടുന്നത്. ഈ കാറിൽ നിന്ന് 4 ബോയ്സ് ഇറങ്ങുന്നു. കൂട്ടത്തിലുള്ള ഒരാളുടെ പേരാണ് രാഗ. രാഗയോട് ഹേമ എന്ന് പറഞ്ഞൊരു ബോയ് പറയുന്നുണ്ട്, ഇത് കാർ പാർക്കിംഗ് ഏരിയ അല്ലെന്നും നിന്റെ കാറ് ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റില്ലെന്നും. പക്ഷെ രാഗയാകട്ടെ ഇതൊന്നും കേൾക്കാതെ അവനോട് ചൂടാകുന്നു. ഹേമ സ്റ്റുഡൻറ് കൗൺസിലിന്റെ പ്രസിഡന്റ് ആണ്. സോ തെറ്റ് കണ്ടാൽ അത് പോയിന്റ് ചെയ്യുന്നത് അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ്. രാഗ ഇതൊന്നും കേൾക്കാതെ ഹേമയെ ഒരു സൈൻ ബോർഡ് കാണിക്കുന്നു. ആ സൈൻ ബോർഡിൽ ഏരിയ 4 പ്രിൻസ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇത് നീയോ നിന്റെ ബ്രദേഴ്സോ ചെയ്ത പണിയാണെന്ന് എനിക്ക് ഉറപ്പാണെന്ന് ഹേമ പറയുന്നുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു ബോയ് രാഗയെടുത്ത് വന്ന് ഇതെല്ലാം വിടൂ, നമ്മൾ ക്ലാസ്സിലേക്ക് ലേറ്റ് ആകാണെന്ന് പറയുന്നു. രാഗയ്ക്ക് ഒരുപാട് ദേഷ്യം വരുന്നുണ്ടെങ്കിലും അവൻ കാറിൽ കയറുന്നു. ഇതെല്ലാം ഫെലിയും കാണുന്നുണ്ട്. ഹേമ വിചാരിക്കുന്നത് രാഗ മിക്കവാറും അവൻ്റെ കാറ് പാർക്കിംഗ് ലോട്ടിൽ പാർക്ക് ചെയ്യാൻ പോകുകയാണെന്നാണ്. പക്ഷെ രാഗയാകട്ടെ സ്പീഡിൽ ഹേമയുടെ മുന്നിലേക്ക് കാറും കൊണ്ടുവരുന്നു. പേടിച്ച് ഹേമ താഴെ വീഴുന്നുണ്ട്. രാഗ അവിടെ തന്നെ അവൻ്റെ കാറ് പാർക്ക് ചെയ്യുന്നു. എന്നിട്ട് ചിരിച്ചുകൊണ്ട് വെളിയിലേക്ക് വരുന്നുണ്ട്.
എന്നോട് ആരെങ്കിലും ഇങ്ങനെ സംസാരിക്കുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. ഇനി മേലാൽ എൻ്റെ കാര്യങ്ങൾ ഇടപെടരുതെന്ന് രാഗ ഹേമയോട് പറയുന്നു. ഫെലി വന്ന് രാഗയെ കൺഫ്രണ്ട് ചെയ്യുന്നു. നീ കാരണം ഇപ്പോൾ ഒരാൾക്ക് ആക്സിഡന്റ് പറ്റേണ്ടതായിരുന്നു. ഇങ്ങനെയൊക്കെ ചെയ്യാൻ നിനക്ക് നാണമില്ലേന്ന് ചോദിക്കുന്നു. എന്നോട് ഇങ്ങനെ സംസാരിക്കാൻ നീ ആരാണ്? നീ വെറുമൊരു ഗേൾ മാത്രമാണെന്ന് രാഗ അവളോട് പറയുന്നു. ശരിയാണ്, ഞാൻ വെറുമൊരു ഓർഡിനറി ഗേളാണ്. പക്ഷെ എന്നെ കൊണ്ടും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞ് അവന്റെ കയ്യിലുണ്ടായിരുന്ന കാർ കീസ് അവൾ എടുക്കുന്നുണ്ട്. രാഗ അവളുടെ കയ്യിൽ നിന്ന് കാർ കീസ് പിടിച്ചു വാങ്ങാൻ ശ്രമിക്കുന്നു. പക്ഷെ ഫെലി ആ കീസ് ദൂരെ എറിയുന്നുണ്ട്. ഇത് കണ്ട് രാഗ പോയി കാറിന്റെ കീസ് അന്വേഷിക്കുന്നു. ഈ ടൈമിൽ ഫെലി ഹേമയും കൂട്ടി അവിടുന്ന് ഓടിപ്പോകുന്നുണ്ട്. അവൻ തിരിച്ചു വരുമ്പോഴേക്കും ഫെലി അവിടെ കാണുന്നില്ല. അവൻ ഒരുപാട് ദേഷ്യം വരുന്നുണ്ട്. താഴെ ഒരു നെക്ലേസ് കിടക്കുന്നത് രാഗ ശ്രദ്ധിക്കുന്നു. ഇത് ഫെലിയുടേതായിരുന്നു. നെക്സ്റ്റ് സീനിൽ ഒരു ഗേളിനെയാണ് കാണിക്കുന്നത്. ഇത് ഫെലിയുടെ ബെസ്റ്റ് ഫ്രണ്ടായ ക്ലോയിയാണ്. തൻ്റെ സ്കൂളിൽ ഫെലി വരുന്നത് കാണുമ്പോൾ അവൾ പേടിച്ച് ഹൈഡ് ചെയ്യുന്നുണ്ട്. ഫെലി സ്കൂളിൻ്റെ അകത്തേക്ക് വരുന്നു. ഹേമ വന്ന് തന്നെ ഹെൽപ്പ് ചെയ്തതിന് അവളോട് താങ്ക്സ് പറയുന്നുണ്ട്. ഫെലി തന്നെ സ്വയം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. പക്ഷെ ഹേമയാകട്ടെ അവളുടെ ബ്യൂട്ടി കണ്ട് അവളെ നോക്കി നിൽക്കുകയാണ്. സ്വയം ബോധം വരുമ്പോൾ താൻ ഓഫീസിലേക്ക് ഗൈഡ് ചെയ്യാമെന്ന് പറഞ്ഞ് അവളെയും കൂട്ടി ഓഫീസിലേക്ക് പോകുന്നു. നെക്സ്റ്റ് സീനിൽ ഫെലി ടീച്ചറിൻ്റെ കൂടെ ക്ലാസ് റൂമിലേക്ക് വരുന്നു. എന്നിട്ട് എല്ലാവരോടും അവളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഏതു സീറ്റിൽ വേണമെങ്കിലും നിനക്കിരിക്കാമെന്ന് ടീച്ചറോട് പറയുന്നു. നേരത്തെ കണ്ട് ആ 4 ബോയ്സും ആ ക്ലാസ്സിലുണ്ടായിരുന്നു. ഫെലി നോക്കുമ്പോൾ അവളുടെ ബെസ്റ്റ് ഫ്രണ്ടായ ക്ലോയും ആ ക്ലാസ്സിലുണ്ട്. പക്ഷെ ക്ലോയി ആകട്ടെ തൻ്റെ ഫേസ് ഒരു ബുക്ക് കൊണ്ട് ഹൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അവൾ ഹാപ്പിയായി തൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അടുത്തേക്ക് വരുന്നു. പക്ഷെ ഫെലി വരുമ്പോഴേക്കും ആ കാലി സീറ്റിൽ ക്ലോയി ബാഗ് വെക്കുന്നുണ്ട്. ക്ലോയുടെ ഈ ബിഹേവിയർ കണ്ട് ഫെലി സർപ്രൈസ് ആകുന്നു. വാഷ്റൂമിൽ പോകണമെന്ന് പറഞ്ഞ് ക്ലോയി അവിടുന്ന് പോവുകയും ചെയ്യുന്നു. ഫെലി ഒരുപാട് സാഡ് ആകുന്നുണ്ട്. അവൾ മറ്റൊരു സീറ്റിൽ പോയിരിക്കുന്നു. ഇവിടെ വെച്ച് ഫെലിക്ക് 2 പുതിയ ഫ്രണ്ട്സിനെ കിട്ടുന്നുണ്ട്. ഒരാളുടെ പേര് ഷാനിയ, മറ്റയാളുടെ പേര് എലേൻ. നെക്സ്റ്റ് സീനിൽ ഫെലി തൻ്റെ പുതിയ ഫ്രണ്ട്സിൻ്റെ കൂടെ നടക്കുകയാണ്. അവൾ ക്ലോയെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. പക്ഷെ ഷാനിയ വിചാരിക്കുന്നത് ഫെലി ആലോചിക്കുന്നത് ആ 4 ബോയ്സിനെ കുറിച്ചിട്ടാണെന്നാണ്. നീ എന്താ ഇന്ന് രാവിലെ നീ ഫൈറ്റ് ചെയ്ത് ആ 4 ബോയ്സിനെ കുറിച്ച് ആലോചിക്കുകയാണോ എന്ന് ഷാനിയ ചോദിക്കുന്നു. ഞാൻ അവരോട് ഫൈറ്റ് ചെയ്ത കാര്യം നീ എങ്ങനെ അറിഞ്ഞു എന്ന് ഫെലി അവളോട് ചോദിക്കുന്നുണ്ട്. നിങ്ങളുടെ ഫൈറ്റ് എല്ലാം ദൂരെ നിന്ന് ഞാൻ കണ്ടു എന്ന് ഷാനിയ പറയുന്നു. ആ 4 ബോയ്സുമായി ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നതായിരിക്കും നിനക്ക് ബെറ്റർ എന്നും ഷാനിയ അവളെ വോൺ ചെയ്യുന്നുണ്ട്. പക്ഷെ ആ 4 ബോയ്സ് ആരാണെന്ന് ഫെലിക്ക് അറിയില്ല. സോ ഷാനിയ അവരെക്കുറിച്ച് ഫെലിക്ക് പറഞ്ഞു കൊടുക്കുന്നു. ഈ 4 ബോയ്സും ബ്രദേഴ്സാണ്. സ്കൂളിൽ അവരറിയപ്പെടുന്നത് 4 പ്രിൻസ് എന്നാണ്. ഏറ്റവും എൽഡസ്റ്റ് വന്റെ പേര് രാഗ എന്നാണ്. അവൻ ഒരു വർഷം ഫെയിൽ ആയിട്ടുണ്ടായിരുന്നു. അവൻ സ്റ്റുപ്പിഡ് ആയതുകൊണ്ടല്ല ഫെയിലായത്, പകരം ഓവർ സ്മാർട്ടാണ്. ഒരു വർഷം അവൻ ബിസിനസ്സിന് വേണ്ടി ബ്രേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. ഓട്ടോമൊബൈൽ ഫീൽഡിൽ അവനൊരു ഇൻഫ്ലുവൻസറാണ്. ഗേൾസിനെല്ലാം അവന് ഒരുപാട് ഇഷ്ടവുമാണ്. നെക്സ്റ്റ് ബ്രദറാണ് ജോർദൻ. അവനൊരു മ്യൂസീഷ്യനാണ്. വളരെ കാം സ്വഭാവമുള്ള ആള്, കൂട്ടത്തിലെ ഏറ്റവും ഹാൻസം. അതിനുശേഷമുള്ള 2 ബ്രദേഴ്സും ട്വിൻസാണ്. ഒരാളുടെ പേര് ഹെൽഗ, മറ്റേയാൾ നാവിറോ. ഹെൽഗ ഗെയിംസിൽ ഒരുപാട് ഇൻട്രസ്റ്റഡ് ആണ്. ഗേൾസിനേക്കാളും അവന് ഇഷ്ടം ഗെയിംസാണ്. നാവിറോ ആകട്ടെ ഗേൾസിനോടെല്ലാം വളരെ നന്നായിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്. ഹെൽഗയ്ക്ക് പ്രാങ്ക് ചെയ്യാൻ ഒരുപാട് ഇഷ്ടമാണ്. കാണാൻ ഈ 4 ബോയ്സും ഒരുപാട് ഹാൻഡ്സം ഒക്കെ ആണെങ്കിലും ഇവരിൽ നിന്നും ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്ന ബെറ്റർ എന്ന് ഷാനിയ ഫെലിയോട് പറയുന്നു. ഈ അഡ്വൈസ് ഫെലി അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അവൾ നോക്കുമ്പോൾ തൻ്റെ നെക്ലേസ് മിസ്സായെന്ന് മനസ്സിലാകുന്നു. അവൾ അവിടെയെല്ലാം അവളെ നെക്ലേസ് തപ്പുന്നുണ്ട്. ആ നെക്ലേസ് തൻ്റെ പേരൻസിന് ഗിഫ്റ്റാണെന്നും തൻ്റെ പേരൻസിൻ്റെ പേരിൽ തൻ്റെ കയ്യിൽ ഇത് മാത്രമേ ഉള്ളൂ എന്നും ഫെലി പറയുന്നുണ്ട്. അവിടെയെല്ലാം നോക്കുന്നുണ്ടെങ്കിലും അവർക്ക് ആ നെക്ലേസ് കിട്ടുന്നില്ല. ഷാനിയ എലേനും ഫെലിയെ ഒരു വിധത്തിൽ സമാധാനിപ്പിക്കുന്നു. എന്നിട്ട് അവളെയും കൂട്ടി ക്യാൻറ്റീനിലേക്ക് വരുന്നുണ്ട്. ഫുഡ് കഴിച്ച ശേഷം നിന്റെ നെക്ലേസ് നോക്കാൻ ഞങ്ങൾ നിന്നെ ഹെൽപ്പ് ചെയ്യാമെന്ന് അവർ അവളോട് പ്രോമിസ് ചെയ്യുന്നുണ്ട്. അവർ നോക്കുമ്പോൾ ആ 4 ബോയ്സും അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ഫെലിയുടെ ബെസ്റ്റ് ഫ്രണ്ടായ ക്ലോയും രാഗ എടുത്താണ് ഇരിക്കുന്നത്. രാഗ ഫെലിയെ നോക്കി ഹെൽഗയോട് ചെവിയിൽ എന്തോ പറയുന്നു. ഹെൽഗ ഫെലിയെടുത്ത് വന്ന് സ്മൈൽ ചെയ്ത് അവളുടെ തലേന്ന് ആ ക്ലിപ്പ് എടുത്തുകൊണ്ട് പോകുന്നു. ഫെലി അവൻ്റെ പിറകെ ഓടുന്നുണ്ട്. അവൻ ആ ക്ലിപ്പ് രാഗയ്ക്ക് പാസ് ചെയ്യുന്നു.
ഫെലി അവൻ്റെ കയ്യിൽ നിന്ന് ആ ക്ലിപ്പ് വാങ്ങാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. ലാസ്റ്റ് രാഗ ആ ക്ലിപ്പ് ക്ലോയുടെ കയ്യിൽ കൊടുക്കുന്നു. ക്ലോയുടെ കയ്യിൽ ക്ലിപ്പ് വരുന്ന കണ്ട് ഫെലി ഹാപ്പിയാകുന്നു. കാരണം ക്ലോയി തൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണല്ലോ. ആ ക്ലിപ്പ് തനിക്ക് തിരിച്ചു തരുമെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. പക്ഷേ ക്ലോയി ആ ക്ലിപ്പ് എറിയുന്നു. അത് പൊട്ടുന്നുണ്ട്. ഇത് കണ്ട് ഫെലി ഒരുപാട് സാഡാകുന്നു. ക്ലോയി അവിടെ എണീറ്റ് പോകുമ്പോൾ ഫെലി അവളുടെ പിറകെ പോകുന്നു. എന്നിട്ട് അവളെ ഹഗ് ചെയ്ത് ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്തു എന്ന് പറയുന്നുണ്ട്. പക്ഷേ ക്ലോയി അവളെ പുഷ് ചെയ്യുന്നു. നീ ഇതെല്ലാം എന്താ ചെയ്യുന്നത്? ഇവിടുത്തെ എൻ്റെ ലൈഫ് വളരെ ഡിഫറെൻ്റ് ആണ്. എൻ്റെ ലൈഫിൽ നീ ഇൻ്റർഫിയർ ചെയ്യരുത്. എന്നെ അറിയാത്ത പോലെ നീ ആക്ട് ചെയ്യണമെന്ന് ക്ലോയി അവളോട് പറയുന്നു. ഇതെല്ലാം കേട്ട് ഫെലി ഒരുപാട് സർപ്രൈസ് ആകുന്നു. ക്ലോയി അവിടുന്ന് പോകുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ ഫെലി ഈ കാര്യങ്ങളെല്ലാം മിസ് അതയോട് പറയുന്നു. ആ 4 ബോയ്സ് തന്നെ ബുള്ളി ചെയ്തും ക്ലോയി തന്നോട് പറഞ്ഞ കാര്യങ്ങളും. ക്ലോയി ഇങ്ങനെ ബിഹേവ് ചെയ്യാൻ എന്തെങ്കിലും കാരണം ഉണ്ടായിരിക്കും അവളുടെ ഭാഗത്തുനിന്ന്. അല്ലെങ്കിൽ ഒരിക്കലും അവൾ അങ്ങനെ ചെയ്യില്ലെന്ന് മിസ് അത പറയുന്നു. അതൊക്കെ പോട്ടെ, ഇന്ന് എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടോ? ഇന്നുണ്ടാക്കുന്ന ഫുഡെല്ലാം വളരെ സ്പെഷ്യൽ ആണല്ലോ എന്ന് ഫെലി പറയുന്നു. ഇന്നൊരു സ്പെഷ്യാലിറ്റി ഉണ്ടെന്ന് മിസ് അത അവളോട് പറയുന്നു. നെക്സ്റ്റ് സീനിൽ മിസ് അതയും ഫെലിയും എല്ലാ ഫുഡും റെഡിയാക്കി ടേബിളിൽ സെർവ് ചെയ്യുന്നു. മറ്റു കുട്ടികളെ വിളിക്കാൻ വേണ്ടി ഫെലി പോകാൻ തുടങ്ങുമ്പോൾ ഈ ഫുഡ് കുട്ടികൾക്ക് വേണ്ടിയല്ല, ഒരു സ്പെഷ്യൽ പേഴ്സണ് വേണ്ടിയാണെന്ന് മിസ് അത പറയുന്നു. അപ്പോൾ ഒരു സ്റ്റാഫ് വന്ന് ഗസ്റ്റ് വന്നു എന്ന് പറയുന്നു. മിസ് അത ഫെലിയും കൂട്ടി വെളിയിലേക്ക് വരുന്നുണ്ട്. മിസ്റ്റർ ജോഹാൻ അകത്തേക്ക് വരുന്നു. അദ്ദേഹത്തെ കണ്ട് ഫെലി സർപ്രൈസ് ആകുന്നുണ്ട്. മിസ്റ്റർ ജോഹാൻ നിന്നെ അഡോപ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് മിസ് അത ഫെലിയോട് പറയുന്നുണ്ട്. ഞാൻ എന്നും ഒരു മകളെ ആഗ്രഹിച്ചിരുന്നു. നീ എൻ്റെ മകളെ വരികയാണെങ്കിൽ ഇതിൽ കൂടുതൽ ഒരു സന്തോഷം എനിക്ക് വേറെ ഇല്ലെന്ന് മിസ്റ്റർ ജോഹാൻ പറയുന്നു. ഇതെല്ലാം കേട്ട് എന്തു പറയണം എന്നറിയാതെ ഫെലി ആകെ ഷോക്കായി നിൽക്കുകയാണ്. നിന്നെ അഡോപ്റ്റ് ചെയ്തതിന് മുന്നേ എൻ്റെ 4 മക്കളെയും നീ മീറ്റ് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഇതും പറഞ്ഞ് മിസ്റ്റർ ജോഹാൻ തൻ്റെ 4 മക്കളെയും അകത്തേക്ക് വിളിക്കുന്നു. ഈ 4 പേരും മറ്റാരുമല്ല, ഇന്ന് സ്കൂളിൽ വെച്ച് ഫെലിയെ ബുള്ളി ചെയ്ത് ആ 4 പേരാണ്. ഇവരെ കണ്ട് ഫെലി ഒരുപാട് ഷോക്കാകുന്നു. ഫെലിയെ കണ്ട് ഇവരും ഇന്നു മുതൽ ഫെലി നിങ്ങളുടെ യങ് സിസ്റ്റർ ആയിരിക്കുമെന്ന് മിസ്റ്റർ ജോഹാൻ തൻ്റെ മക്കളോട് പറയുന്നു. ഇവിടെ വെച്ച് ഈ എപ്പിസോഡ് തീരുന്നു. സോ നിങ്ങൾക്ക് ഈ സീരീസ് ഇഷ്ടമായെങ്കിലും ഇതിൻ്റെ നെക്സ്റ്റ് എപ്പിസോഡ് വേണമെങ്കിലും കമൻറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക്